മോളെ ഏഞ്ചൽ, ഏഞ്ചൽ എണീക്കും മോളെ. മോക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം മമ്മി പറയട്ടെ. പപ്പ ഇന്ന് പെരുന്നാളിന് കൊണ്ടുവന്നും പറഞ്ഞിട്ടുണ്ട്. മോള് വേഗം കുളിച്ച് റെഡിയായാൽ നമുക്ക് വേഗം പോവാം. ഇതെന്തിട്ട് കിടിയത്? ഒരു പാമ്പിനെ കൊന്നതിന്റെ പേരിൽ ഈ ചങ്ങാതിന് വിശുദ്ധനാക്കിയിട്ടുള്ളത്. അതിന്റെ പേരിൽ നേർച്ച കാശ് കഴിക്കുന്ന കുറെ ആൾക്കാരും ബെസ്റ്റായിട്ടുണ്ട്. ഗീവർഗീസ് വിശുദ്ധ ഗീവർഗീസായി മാറിയ ചരിത്രം. വിശുദ്ധ ഗീവർഗീസ് സഹദ ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ മധ്യ-പശ്ചിമ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ പ്രദേശമാണ് ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിൽപ്പെട്ട വിസ്തൃതമായ ഒരു പ്രദേശമാണ് കപ്പദോച്യ. കുതിരകൾക്കും അശ്വഭടന്മാർക്കും പേരുകേട്ട നാടാണ് കപ്പദോച്യ. ക്രിസ്തുവർഷം 269 വിശുദ്ധ ഗീവർഗീസ് കപ്പദോച്യയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കുലീനരും ക്രൈസ്തവ മതവിശ്വാസികളുമായിരുന്നു. കപ്പദോച്യൻ രാജവംശജനും യോദ്ധാവുമായിരുന്നു പിതാവ്. മാതാവ് ലിഡായിലെ ഒരു പ്രഭുവിയും. ഗീവർഗീസിന്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. വിശുദ്ധ ഗീവർഗീസിന്റെ ജീവിതം മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യവും അന്ന് ക്രിസ്തുമതം നേരിടേണ്ടി വന്ന വെല്ലുവിളികളെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. പ്രഭുകുലജാതന്മാരായ യുവാക്കൾ അക്കാലങ്ങളിൽ ഏറ്റവും കാമ്യമായി കരുതിയിരുന്ന ജീവിതവൃത്തി സൈനിക സേവനമായിരുന്നു. ചേർന്ന പയ്യനെ നിങ്ങൾ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. പേര് ഗീവർഗീസ്. അല്ല, ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ എപ്പോഴും കരുതി വെക്കേണ്ടത് എന്താ? ആയുധം. വാളും പരിചയം പോലുള്ള ആയുധം. ഏത് നിമിഷവും ശത്രുവിനെ വെട്ടി വീഴ്ത്താൻ. അല്ലാതെന്താ? എന്നാൽ ആ പയ്യൻ ഇതൊന്നും അല്ല കൊണ്ടു നടക്കുന്നത്.
വേദച്ചുരുളാണ്, വേദച്ചുരുൾ. അതെങ്ങനെയെന്ന് തനിക്ക് തിരിച്ചു വയ്ക്കാൻ മേലായിരുന്നോ? ചോദിച്ചു, അപ്പ തന്നെ ചോദിച്ചു. അന്നേരം കൈ മുറുകെ പിടിച്ചിരുന്ന വേറെ ചുരുള് എന്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് ഇതിൽ യേശുനാഥൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വാളുണ്ട്, അതെടുത്ത് പോരാടാ. ഒരു ദിവസം അവൻ എന്നോടും ചോദിച്ചു, ദൈവഹിതം ആരാഞ്ഞിട്ടാണോ ശത്രുവിന് നേരെ കരം ഉയർത്തുന്നതെന്ന്. രക്തം കിനിയാതെ ശത്രുവിനെ വെട്ടിവീഴ്ത്തുന്ന വിദ്യ അറിയാവോന്ന് എന്നോടും ചോദിച്ചു. ഞാൻ ആ പുസ്തകം അരിച്ചു നോക്കിയിട്ടും ഒരായുധം പോലും കാണില്ല. അന്നേരം ചിരിച്ചോണ്ട് ആ പയ്യൻ പറയുക, ഇരുതലം മൂർച്ചയുള്ള വാളാണ് വചനം. ആ വാള് ശത്രുവിന്റെ ഹൃദയത്തെ സ്പർശിക്കുമാർ പ്രഘോഷിച്ചാൽ ആ മാത്രയിൽ തന്നെ സ്നേഹിതനാക്കി കീഴടക്കാൻ കഴിയൂ അത്രേ. അക്കാലത്ത് റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയായിരുന്നു. ഗീവർഗീസിന്റെ ധീരത, സംഘടനാ പാടവം, രാജ്യാഭിമാനം, യുദ്ധതന്ത്രജ്ഞത, കൃത്യബോധം തുടങ്ങിയ അസാധാരണമായ ഗുണവിശേഷങ്ങൾ ചക്രവർത്തിയെ ആകർഷിച്ചു. അധിക കാലതാമസം വേണ്ടിവന്നില്ല ട്രിബ്യൂൺ സ്ഥാനം ലഭിക്കുവാനായി. ട്രിബ്യൂൺ എന്നാൽ കേണൽ എന്ന ഉന്നത സൈനിക പദവിയാണ്. ആയിടയ്ക്കുണ്ടായ അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണം അദ്ദേഹത്തെ വളരെയധികം തളർത്തിക്കളഞ്ഞു. യുദ്ധകാര്യങ്ങൾക്കായി രാജ്യത്തുടനീളം വേഷപ്രച്ഛന്നനായും മറ്റും ഗീവർഗീസ് സദാ സഞ്ചരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഗീവർഗീസ് ഔദ്യോഗിക പര്യടന ഭാഗമായി അശ്വാരൂഢനായി ലിബിയയിലെ പർവ്വത പ്രാന്തങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവിടെ വിജനമായ ഒരു ഗുഹാമുഖത്ത് സൗന്ദര്യവതിയായ ഒരു യുവതി ഏകാകിനിയായി കണ്ണീർ പൊഴിച്ചുകൊണ്ട് നിൽക്കുന്നത് ഗീവർഗീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഉടൻ തന്നെ കാര്യമന്വേഷിച്ചു. നാട്ടുകാർക്ക് ഭീഷണിയായ ഘോരസർപ്പം ആ ഗുഹയിൽ താവളമടിച്ചിരിക്കുകയാണെന്നും ആ ക്രൂരജന്തുവിനിരയായി തീരുവാൻ താൻ എങ്ങനെ വിധിക്കപ്പെട്ടുവെന്നും ആ യുവതി ഗീവർഗീസിനോട് വിശദീകരിച്ചു. ക്ഷുധാർത്തി പൂണ്ട ആ ജന്തു നാട്ടിൽ കടന്ന് വമ്പിച്ച നാശനഷ്ടങ്ങൾ വരുത്തി. ആടുമാടുകളെയും മനുഷ്യരെയും കൊന്നൊടുക്കി. സ്ത്രീജനങ്ങളെ ചുറ്റിപ്പിണഞ്ഞ് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ നാട്ടുകാർ ഒന്നുചേർന്ന് പ്രശ്നം വച്ചു. അത് സംഹാരരൂപിയായ ഒരു നാരകീയ സർപ്പമാണെന്നും അതിനെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ നാട് മുടിയുമെന്നും മാസം തോറും കൊഴുത്ത ഒരു ആട്ടിൻമുട്ടനെയും ഒരു മനുഷ്യകന്യകയെയും സർപ്പത്തിന് കാഴ്ചവെച്ചാൽ സർപ്പം പ്രസാദിച്ചു കൊള്ളുമെന്നുമായിരുന്നു പ്രശ്നത്തിൽ തെളിഞ്ഞത്. ഓരോ മാസവും സർപ്പത്തിന് ഇരയാകേണ്ട കന്യകയെ കുറിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. അങ്ങയുടെ ആഗമന ഉദ്ദേശം പറഞ്ഞാലും. ഇന്ന് വെള്ളിയാഴ്ച സർപ്പബലിക്കുള്ള നറുക്കെടുപ്പിനായി ഗ്രാമവാസികൾ കൊട്ടാരമുറ്റത്ത് കാത്തു നിൽക്കുന്നു. സദയം ക്ഷമിക്കണം ഗുരു, നാം മറന്നു. ആരവിടെ? അടിയൻ. ഗ്രാമവാസികളെ അകത്തേക്ക് ക്ഷണിക്കൂ. നമ്മുടെ ഗ്രാമത്തിന്റെ ദുഃഖത്തിൽ നാമും കുടുംബവും പങ്കുചേരുന്നു. ഇന്ന് നമ്മുടെ ഏക മകളുടെ ജന്മദിനമാണ്. ഗ്രാമം മുഴുവൻ ആഹ്ലാദത്തോടെ ആഘോഷിക്കേണ്ട ഈ സുദിനത്തിൽ ഇങ്ങനെയൊരു ദുർഗതി വന്നു ചേർന്നതിൽ ഗ്രാമവാസികളുടെ ഖേദത്തിൽ നാമും പങ്കുചേരുന്നു. നറുക്കെടുപ്പിന് വേണ്ട സാമഗ്രികൾ കൊണ്ടുവരൂ. രാജഗുരു, അങ്ങ് നറുക്കെടുത്താൽ.
അടിയനിത് എങ്ങനെ വായിക്കും? അതാര് തന്നെയായാലും ശരി, നറുക്ക് വീണ കന്യക പെരുമ്പാമ്പിന്റെ ഇരയായി ഗുഹാമുഖത്തേക്ക് പോകുക തന്നെ വേണം. തീരുമാനിച്ചായി നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കുവാൻ, ആ സത്വത്തിനിരയാവാൻ വിധിക്കപ്പെട്ടത് മറ്റാരുമല്ല, അങ്ങയുടെ പുത്രി സലോമിയാണ്. ആ മാസം കുറി വീണത് രാജാവിന്റെ ഏകപുത്രിയായ തന്റെ മേലാണ്. തന്മൂലം താൻ സർപ്പത്തിന് ബലികന്യകയായി വന്നിരിക്കുകയാണെന്ന് ആ യുവതി വിലപിച്ചുകൊണ്ട് പറഞ്ഞു. സർപ്പം ഗുഹാമുഖത്തുനിന്ന് ഉടൻ പാഞ്ഞെത്തുമെന്നും വേഗം സ്ഥലം വിട്ടു പോയില്ലെങ്കിൽ അദ്ദേഹത്തിനും അപകടമുണ്ടാക്കുമെന്നും അവൾ മുന്നറിയിപ്പ് നൽകി. ഉടൻ തന്നെ ഒരു ഭീകരസത്വം അവരുടെ നേരെ പാഞ്ഞണഞ്ഞു. ഗീവർഗീസ് ആ സർപ്പത്തെ കണ്ട് ഒട്ടും ഭയപ്പെട്ടില്ല. സർപ്പം ഗീവർഗീസിനെ വിഴുങ്ങുവാനായി വായ് പിളർത്തി. തൽക്ഷണം ഗീവർഗീസ് സർപ്പത്തെ വാളൂരി വെട്ടുകയും വായിൽ കുന്തം പിടിവരെ കുത്തിയിറക്കുകയും ചെയ്തു. ആ സർപ്പത്തിന് അന്നിരയാകേണ്ടിയിരുന്ന ആ രാജപുത്രിയായ കന്യക സന്തോഷത്താൽ കണ്ണീർ പൊഴിച്ചു. ഘോരസർപ്പത്തിന്റെ പിടിയിൽ നിന്ന് തന്റെ മകളെയും രാജ്യത്തെയും രക്ഷിച്ച ഗീവർഗീസ് തന്റെ ഏകപുത്രിയെ വിവാഹം ചെയ്ത് രാജ്യഭരണം ഏറ്റെടുക്കണമെന്ന് രാജാവ് കേണപേക്ഷിച്ചു. ക്രിസ്തുവിനു വേണ്ടി സമർപ്പിതമായ തന്റെ ഹൃദയം ഒരു സ്ത്രീക്ക് വിഭജിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. ബലഹീനമായ തന്റെ കരങ്ങൾക്ക് ശക്തി നൽകിയത് രാജാധിരാജനായ മിശിഹായാണെന്നും അദ്ദേഹത്താൽ സ്ഥാപിതമായ ക്രിസ്തീയ സഭയെ ആശ്ലേഷിക്കേണ്ടത് നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നും അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു. തന്റെ രാജ്യത്തെയും ജനാവലിയെയും രക്ഷിച്ച ആ മഹാപുരുഷന്റെ വാക്കുകളെ വിശ്വസിച്ച് അദ്ദേഹവും പ്രജകളും ക്രിസ്തുമതം സ്വീകരിച്ചു. കാലം നീങ്ങും തോറും ഡയോക്ലീഷ്യന്റെ മനസ്സ് കലുഷിതമാകാൻ തുടങ്ങി. ക്രിസ്തുമതം വൈദേശികവും ഒരു വിപ്ലവ പ്രസ്ഥാനമാണെന്നും അതിലുൾപ്പെട്ടു പോയിട്ടുള്ളവർ ഉടൻ തന്നെ അതിൽ നിന്ന് വിട്ടുപോരണമെന്നും അല്ലാത്തപക്ഷം കഠിന ശിക്ഷയ്ക്ക് വിധേയരാക്കുമെന്നും വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ക്രൈസ്തവ നേതാവും ക്രിസ്തുവിന്റെ ഒരു വീരഭടനുമായിരുന്ന ഗീവർഗീസിന്റെ കീഴിൽ ക്രിസ്ത്യാനികൾ അണിനിരന്നു. തന്റേടപൂർവമായ അദ്ദേഹത്തിന്റെ രാജി ചക്രവർത്തിയെ കുപിതനാക്കി. രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ഗീവർഗീസിനെ ജയിലിലടയ്ക്കാൻ ഉത്തരവാവുകയും ഗീവർഗീസിനെ ജയിലിലടയ്ക്കുകയും ചെയ്തു. വിവിധങ്ങളായ പീഡനയന്ത്രങ്ങളുടെ പ്രയോഗങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. കൂർത്ത ആണികളുള്ള ഇരുമ്പ് ചെരുപ്പുകൾ അദ്ദേഹത്തിന്റെ കാലിൽ അടിച്ചു കയറ്റി. ഇതിനുശേഷം കരങ്ങൾ ബന്ധിച്ച് തറയിൽ കിടത്തി ഭാരമുള്ള കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെച്ചു. എന്നാൽ ഇവയൊന്നും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെ പിടിച്ചുകുലുക്കുന്നതിന് ശക്തങ്ങളായിരുന്നില്ല. തന്റെ ജീവൻ ദിവ്യനാഥന് സമർപ്പിക്കുന്നതിന് അത്യധികം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ദിനരാത്രങ്ങൾ തള്ളി നീക്കി. അപ്പോളോ ദേവന്റെ വിഗ്രഹത്തെ ആരാധിക്കുകയാണെങ്കിൽ എന്റെ ഭരണാനന്തരം റോമൻ സാമ്രാജ്യ അധിപനായി നിന്നെ അവരോധിക്കാം എന്ന ഡയോക്ലീഷ്യന്റെ വാക്ക് കേട്ടപ്പോൾ താൻ വഴി മെശിഹ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ആ വലിയ അത്ഭുതത്തിന് സമയം സമാഗതമായി എന്ന് മനസ്സിലാക്കിയ ഗീവർഗീസ് ചക്രവർത്തിയുടെ ഈ പുതിയ നിർദ്ദേശത്തിന് സമ്മതം മൂളി. പിറ്റേന്ന് ചക്രവർത്തിയോടൊപ്പം ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഗീവർഗീസ് ആ വിഗ്രഹത്തോട് ചോദിച്ചു, സത്യദൈവമായ തൃത്വൈക സർവേശന് യോഗ്യമായ ആരാധന നീ അർഹിക്കുന്നുവോ? ഉടൻ തന്നെ നിഷേധാർത്ഥത്തിൽ ഒരു ഭീകരസ്വരം ആ വിഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ടു. തുടർന്ന് ഗീവർഗീസ് ആ വിഗ്രഹത്തിന് നേരെ കുരിശു വരയ്ക്കുകയും തൽക്ഷണം ആ വിഗ്രഹം വിറച്ചു വിറച്ച് ഇളകി നിലം പതിക്കുകയും തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു.
ഈ അത്ഭുതത്തോടുകൂടി കള്ളദേവന്മാരുടെ പൊള്ളത്തരം ജനം തിരിച്ചറിഞ്ഞു. ഇതോടെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഹൃദയം പൂർവാധികം കഠിനമായി തീരുകയാണുണ്ടായത്. കാരാഗ്രഹത്തിൽ പുതിയ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഗീവർഗീസ് വിധേയനായി. താൻ വധിക്കപ്പെടാൻ പോകുന്ന ദിവസം മിശിഹായിൽ നിന്ന് അദ്ദേഹം നേരത്തെ അറിഞ്ഞിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ രാജഭടന്മാർ കാരാഗ്രഹത്തിലെത്തി. ചക്രവർത്തിയാൽ നിയുക്തനായ ദൂതൻ ഗീവർഗീസിനെ മരണത്തിന് വിധിച്ചിരിക്കുന്നതായുള്ള രാജശാസനം വായിച്ചു കേൾപ്പിച്ചു. എന്റെ ശത്രുക്കൾക്ക് പാപപുറുതിയും നിത്യാനന്ദവും പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യജലം അവരുടെ മേൽ വർഷിക്കണമേ. ഗീവർഗീസ് പ്രാർത്ഥിച്ചു. ഘാതകന്റെ മൂർച്ചയേറിയ വാൾ അന്തരീക്ഷത്തിൽ ഉയർന്നു പതിച്ചു. ഗീവർഗീസ് AD 803 ഏപ്രിൽ 23 രക്തസാക്ഷി മകുടം ചൂടി. വിശ്വാസികളെ ആകർഷിക്കുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ കേരളത്തിലെ പ്രമുഖ ദേവാലയങ്ങളാണ് എടത്തുവ, ഇടപ്പള്ളി, അരുവിത്തുറ, പുതുപ്പള്ളി മുതലായവ. ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞുപോകേണ്ട ഒരു വ്യക്തിയല്ല വിശുദ്ധ ഗീവർഗീസ്. നിരീശ്വരത്തോട് പോരാടി കള്ളദേവന്മാരെ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് തുരത്തിയ ഒരു നല്ല പ്രേക്ഷിതനായ ഈ ക്രൈസ്തവ ഭടന്റെ സഹായം നമുക്ക് എന്നും ആവശ്യമാണ്. യേശുക്രിസ്തു വഴി സ്ഥാപിതമായതും ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പണിതുയർത്തപ്പെട്ടതുമായ നമ്മുടെ സഭയെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുവാനും വിശ്വസിച്ചാദരിക്കുന്ന ആദർശങ്ങളിൽ അടിപതറാതെ നിൽക്കുവാനും വിശുദ്ധ ഗീവർഗീസിന്റെ ധാർമ്മിക ധീരത നമുക്കും കരുത്തേകട്ടെ.